കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കാരണം യമനിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. താൽക്കാലികമായിട്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അടുത്തൊരു ഡേറ്റ് അവർ ഉടനെ പുറത്തുവിടും. അപ്പോൾ അതുവരെയുള്ള സമയം ഇതിനിടയ്ക്ക് നമുക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടപെടലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താകുമെന്ന് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. കാന്തപുരം അടക്കമുള്ള ആൾക്കാരുടെ പല തോട്ട്സിനോടും വിയോജിപ്പ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു സാധനം, ഒരു മുസ്ലിം നാമധാരി ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്താൽ, ഒരു പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, അതെല്ലാം അവൻ്റെ മതത്തിൻ്റെ പ്രശ്നമാണ്. ഇസ്ലാം മതമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇസ്ലാം എന്ന മതം വൈറസാണ്, ആ വൈറസ് ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ, ഇപ്പോൾ കാന്തപുരം ചെയ്തതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്തിയാൽ, ആ മതത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇയാൾ ഈ നല്ല കാര്യം ചെയ്തത് എന്ന് സമ്മതിക്കുമോ? ഇവിടുത്തെ ചില സോ കോൾഡ് ഫ്രീ തിങ്കേഴ്സിന് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും കാന്തപുരത്തിൻ്റെ ചില രാഷ്ട്രീയങ്ങൾ, അയാളുടെ ചില തോട്ട്സുകൾ, അയാളുടെ പ്രസംഗങ്ങൾ, ഇതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറയുക തന്നെ വേണം. ആ വിയോജിക്കുമ്പോൾ അയാൾ അങ്ങനെ സംസാരിക്കുന്നത് മതം മാത്രമാണ് കാരണമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇയാളിപ്പോൾ ചെയ്ത നല്ല കാര്യത്തിനും കാരണം അയാളുടെ മതമാണെന്ന് പറയേണ്ടി വരുമല്ലോ. പക്ഷെ അത് സമ്മതിച്ചു തരത്തില്ല കേട്ടോ. കാരണം അത് മനുഷ്യത്വം മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ട്രാൻസ്ഫോബിക്കോ ഹോമോഫോബിക്കോ ആകുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? അത് അയാളുടെ മതം അതിനെ എതിർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ നവനാസ്തികരായിട്ടുള്ള ആൾക്കാർ പലരും ഇതിലും ശക്തമായിട്ട് ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റിയുടെ കുഴപ്പമാണ്. അവരൊക്കെ ട്രാൻസ്ഫോബിക് ആവാനായിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, അതാണ് കാരണം. പക്ഷേ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ട്രാൻസ്ഫോബിക് ആകുന്നെങ്കിൽ അതിന് കാരണം മതം മാത്രമാണ്, വേറെ കാരണങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മതത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. അത് ആ മനുഷ്യൻ, അയാളുടെ പേഴ്സണാലിറ്റി, മനുഷ്യത്വം, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം.